ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു ഫുൾ ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ ഒരു 5:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്ന്, അറിയാലോ മക്കൾ സ്കൂളിൽ പോകണ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പം ഞാൻ കൈപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പത്തിരി. നമ്മൾ നെയ്യൊക്കെ വെച്ച് അതുപോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കില്ല, അതുപോലെ വാട്ടിയെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചുട്ടെടുക്കാറുള്ളത്. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ മൂത്താൾ മാത്രമേ സ്കൂളിൽ പോകുന്നുള്ളൂ, അന്നൂട്ടോ. രണ്ടാമത്തെ ആൾക്ക് സുഖമല്ല, അവൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മേലാകെ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബോക്സ് അറിയാലോ, വരുമ്പം നമ്മുടെ ശരീരത്തിലാകെ വരും. അപ്പം ഒരു 10 days അവളെ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മൂത്താൾക്ക് മാത്രം പോയാൽ മതി. അപ്പം ഞാൻ ആ ഒരു സമയത്ത് അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം ജോലികളുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നമ്മളെ വീട്ടിലില്ലായിരുന്നു കേട്ടോ, എൻ്റെ അമ്മാൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പിന്നെ അറിയാലോ ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണല്ലോ. അപ്പോൾ പിന്നെ വീട് ആകെ മോശമായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. പിന്നെ ഞാനിപ്പോൾ ഒരാഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ മുറ്റടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ മുറ്റം മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മുറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്കുൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നമുക്ക് ചിക്കനും ഫിഷും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ദിവസത്തേക്കുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ മക്കളിട്ട് അങ്ങനെ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. കാരണം അറിയാലോ അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് മോളെയും കൊണ്ട് പോകൽ നടക്കില്ല. അപ്പോൾ പിന്നെ കുറച്ചധികം ചിക്കനും ഫിഷൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മോള് രാവിലെ എണീറ്റ് വന്നതാണ് കേട്ടോ. അവളെ മേലാകെ ഇപ്പോൾ ഈ ചിക്കൻ ബോക്സിൻ്റെ ഒരു കുരുക്കൾ വന്നിട്ടുണ്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് കണ്ണിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിലും തലൻ്റെ, അതായത് മുടിയുടെ ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവൾക്ക് 2-3 ദിവസം രാത്രി ഉറങ്ങാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വായ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വായിലൊക്കെ ഇതുപോലെ ചിക്കൻ ബോക്സിൻ്റെ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ഫുഡും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. എല്ലാ ഫുഡും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി കുളിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നമുക്കിങ്ങനെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറയും, അതുപോലെ തന്നെ കുളിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ വാക്സിനും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണോണ്ടാവും അത് അത്ര ഒരു കാഠിന്യം ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ, മക്കൾക്ക് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ കൊടുക്കാൻ വിചാരിച്ചു. ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. തലേന്ന് രാത്രി അവൾ എന്നോട് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബിരിയാണിക്കുള്ള എല്ലാ സംഭവങ്ങളും മസാലയും അരി വേവിച്ച് ഊറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ നമുക്ക് ചിക്കൻ അന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ബിരിയാണിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡോക്ടറോട് ചോദിച്ച സമയത്ത് കൊടുക്കുക, അധികം സ്പൈസി അല്ലാതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവളും തന്നെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഏതായാലും രാവിലെ ബിരിയാണി ഉണ്ടാക്കി വെച്ചുകൊണ്ട് പിന്നെ ഉച്ചക്കേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മുറ്റം ഒന്ന് നന്നാക്കിയിട്ടൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് കത്തിക്കാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്, നമുക്ക് വീടും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗത്ത് എനിക്ക് 2-3 തെങ്ങുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ തെങ്ങിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അത് ക്ലീൻ ചെയ്യാൻ എനിക്ക് കഴിയില്ല. അപ്പം പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അവിടെ 2-3 തൈയൊക്കെ കൊണ്ടുവന്ന് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രൂട്ടിൻ്റെ എന്തെങ്കിലും തൈകൾ കൊണ്ടുവന്ന് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പം അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരി തുടക്കണം. അത് അത്ര വലിയൊരു പണിയൊന്നുമല്ല, എന്നും ഡെയിലി തുടക്കണോണ്ട് നമുക്ക് അത് അത്ര വലിയ പണിയൊന്നുമല്ല. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അകം തുടച്ച് കഴിയും കേട്ടോ. പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവർക്ക് ബിരിയാണിയിലേക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാം. പിന്നെ മക്കളൊന്ന് റെസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പം ഈ ഒരു ചിക്കൻ ബോക്സ് വന്നാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂളായിട്ടുള്ള ഫുഡുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടാവും. അപ്പം കുട്ടികൾക്ക് ആണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൂളായിട്ട് തണുത്ത ഫുഡുകൾ കഴിക്കുമ്പോൾ നല്ല ആശ്വാസമാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ അധികം ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം
തണ്ണിമത്തം വെച്ചിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് പാലും മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുത്താലാണ് അവർ കഴിക്കുക കേട്ടോ. വേറെ ഫ്രൂട്ട്സൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കൈ കൊടുത്താലൊന്നും അത് കഴിക്കൂല. അപ്പോൾ പിന്നെ അവർ കഴിക്കണമല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചിലപ്പോൾ ഞാനിതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മേഡൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ന്യൂട്രലൊക്കെ ഞാൻ ചില സമയത്ത് ന്യൂട്രലൊക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോൾ എന്തായാലും മക്കൾ ഫുഡ് കഴിക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അവർക്ക് അതായത് മധുരമുള്ള സംഭവങ്ങളാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ എന്തായാലും പഞ്ചസാര ചേർക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മിൽക്ക് മേഡോ അല്ലെങ്കിൽ ന്യൂട്രലോ അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പൊക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് സന്തോഷമായി, അവരത് കഴിക്കും ചെയ്യും. അവർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് സന്തോഷമാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ മക്കളെ ഫുഡ് കഴിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പായസം വെക്കണം. ചെറുപയർ പായസമാണ്. അത് റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. നമ്മൾ ചെറുപയർ പായസം എപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ വെള്ളം വിട്ട പോലെ അങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ വേവിച്ച ചെറുപയർ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് പായസത്തിലേക്ക് ചേർത്ത് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യാം കേട്ടോ. ഇന്നിപ്പം നമുക്ക് സമയമല്ല, വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയാൽ പിന്നെ ആരും അത് കാണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.